ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ചക്കപ്പുഴുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓർമ്മകൾ ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങൾ മറക്കാനെഴുതാമോ? ഓർമ്മകൾ ഓർമ്മകൾ. അപ്പം ഓർമ്മകൾ അത് തന്നെയാണ് നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ വിഷയം. നമ്മുടെ ചാനൽ തന്നെ ഒരു ഓർമ്മകളുടെ ചാനലാണ്. എൻ്റെ ഈ ചാനലിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് തന്നെ എൻ്റെ അമ്മയെക്കുറിച്ചുള്ള സ്നേഹം നിറഞ്ഞ കുറേ ഓർമ്മകളോടുകൂടിയാണ് തുടങ്ങുന്നത്. അപ്പം ഡിമെൻഷ്യ അഥവാ മറവി രോഗം എന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇന്ന് പറയുന്നത്. ആ ഒരു രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു അങ്കിളും ആൻറ്റിയും അങ്കിള് എന്നോട് റിക്വസ്റ്റ് ചെയ്തു, ഷൈനിയ ഇതിനെക്കുറിച്ച് ചാനലിലൊന്ന് പറയാമോ? അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാനോ അല്ലെ അതിൻ്റെ അണ്ടർലൈങ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് പറയാനോ ഒന്നും ഞാൻ ആളല്ല, അതെനിക്കറിയില്ല. എങ്കിലും അതിൻ്റെ ഒരു ഇമോഷണൽ അപ്രോച്ചാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പം എൻ്റെ അങ്കിളിന് ഒരു സ്നേഹസമ്മാനമായിട്ട് ഈ ഒരു എപ്പിസോഡ് എനിക്കറിയാവുന്ന പോലെയൊക്കെ ഒന്ന് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഈ അങ്കിളും ആൻറ്റിയൊക്കെ ആൻറ്റിയാണെങ്കിൽ നല്ല കുക്കായിരുന്നു. ആൻറ്റി ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ആൾക്കാർ അടിപിടി കൂടിയെന്ന് പറഞ്ഞാൽ ചർച്ചിലും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയും ഉണ്ടാക്കാനൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയിട്ട് കുക്ക് ചെയ്യാനൊക്കെ സാധനങ്ങൾ അസംബിൾ ചെയ്യാനൊക്കെ മറന്നു പോവുകയാണ്. അതെന്താണ് അങ്ങനെ ഒരു ഇപ്പം നമ്മൾ ഈ രോഗമുള്ളവർക്ക് പെട്ടെന്ന് അരിശം വരും, പിടിവാശി വരും. കൊച്ചുങ്ങളെ പോലെയാണ് അവർ. അത് 7ഉം 70ഉം ഒരുപോലെ എന്ന് കേട്ടിട്ടില്ലേ? ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ജീവിതയാത്ര നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കൗമാരത്തിലും യൗവനത്തിലും നമ്മുടെ നല്ല പ്രായത്തിലൊക്കെ നമ്മുടെ ഓർമ്മശക്തിയുടെ ആ ഒരു സ്ക്രീൻ വളരെ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ ആയിട്ട് നിൽക്കും അല്ലേ? ആ ജീവിതയാത്ര പോയി മുമ്പോട്ട് പോയി ഒരു പകുതി യാത്രയൊക്കെ പിന്നിടുമ്പോൾ ഏകദേശം അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായി അവസാനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി, പിന്നെ കുറച്ച് വരകളും കുറികളും മാത്രമായി, പിന്നെ ഒന്നുമില്ലാത്തൊരു ബ്ലാങ്ക്, ഒരു മറവിയുടെ ഒരു ലോകത്തിലേക്ക് നമ്മൾ മറയുന്ന ഒരു അവസ്ഥ. ആ ഒരു രോഗം വന്നാൽ നാളെ പെട്ടെന്ന് സുഖമാക്കുന്ന ക്യൂറാക്കുന്ന മരുന്നുകൾ അല്ല. അതിലേറ്റവും അങ്ങനെയൊന്ന് ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മരുന്നുകളുണ്ട്, പക്ഷേ പെട്ടെന്നൊന്നും അതിങ്ങനെ നോർമൽ ബാക്ക് ടു സെയിം നോർമലിലോട്ട് മാറ്റിക്കൊണ്ട് വരാനും അത് ജീവിതത്തിൻ്റെ ഒരു സ്റ്റേജാണത്. അതിൽ ഏറ്റവും വലിയ മരുന്നെന്ന് പറഞ്ഞത് അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരുടെ അവരുടെ കരുതൽ, അവരുടെ സ്നേഹം, അവരുടെ ക്ഷമ, അതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ അങ്കിളാണെങ്കിലും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ സ്നേഹത്തോടു കൂടി ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ തന്നെ പുള്ളിക്കാരിയെ നോക്കുകയൊക്കെ ചെയ്യുമ്പം ഞാൻ ഓർക്കും, ഈ പലവർക്കും ഈ അങ്കിളൊരു മാതൃകയാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമ്മുടെ ഒരു കടമയാണത്. അവർക്ക് പറ്റുമായിരുന്ന കാലത്ത്, അവർക്ക് ഓർമ്മയുണ്ടായിരുന്ന കാലത്ത് നമ്മുടെ ഓർമ്മ അവരായിരുന്നു. അവരായിരുന്നു നമുക്ക് വേണ്ടി ഡേറ്റുകൾ ഓർത്തിരിക്കുകയും നമ്മളെ ബർത്ത്ഡേ ഓർത്ത് വിഷ് ചെയ്യുകയും പിന്നെ ഡേറ്റ് വരുമ്പം മറക്കാതെ ഓരോ ആഘോഷങ്ങളൊക്കെ വരുമ്പം അത് വീട്ടിലൊരു ആഘോഷമാക്കി മാറ്റുന്നതും ഒക്കെ അവരായിരുന്നു. ഇന്ന് അവരുടെ ജീവിതത്തിൽ ഡേയും ഡേറ്റും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഓർമ്മകളില്ലാതെ ഇരിക്കുമ്പം അവരുടെ ഓർമ്മയാകേണ്ടത് നമ്മളാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു കടമയും കൂടെയാണ്. എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ അമ്മ ഇതുപോലെ ഇതേ മറവിയുടെ കൈകളിൽ കൂടി അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് കടന്നു പോകുന്ന ഒരാളാണ്. അമ്മച്ചിയും അച്ചായനും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളതാണ് സുന്ദരിയായൊരമ്മച്ചി. അപ്പം എൻ്റെ കൂട്ടുകാരി അവളുടെ അമ്മയെ നോക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നോക്കുന്ന കാണുമ്പോൾ ഞാൻ ഓർക്കും, ഒരുപക്ഷെ ദൈവം തമ്പുരാൻ അവർക്ക് ഒരു അവസരം കൊടുത്തതായിരിക്കും. അമ്മ കൊച്ചിലെ അവളെ എങ്ങനെ നോക്കിയോ അതുപോലെ തിരിച്ച് അമ്മയെ നോക്കാനായിട്ട് തമ്പുരാൻ കർത്താവ് ഒരു അവസരം കൊടുത്തതായിരിക്കും. അത് അവൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത്രയധികം സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ ഓർക്കും, എല്ലാ മക്കൾക്കും ഈ മകൾ ഒരു മാതൃകയായിരുന്നെങ്കിൽ എന്ന് എനിക്ക് പലപ്പോഴും തോന്നും. പിന്നെ നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ നമ്മളെ നോക്കണമെന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ സാഹചര്യം, അവർക്ക് ജോലിയിൽ ഒത്തിരി കാര്യങ്ങളുടെ വർക്ക് പ്രഷറുണ്ട്, ജോലിയുടെ ബുദ്ധിമുട്ടുകളുണ്ട്, വ്യക്തിപരമായ അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഇപ്പം നമ്മുടെ പുറകെ നടക്കാനോ നമ്മളെ നോക്കാനോ ഒന്നും ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരികയില്ല. അപ്പം പിന്നെ നമ്മൾ പറ്റുന്നവർ നമ്മളെ ചുറ്റിപ്പറ്റി ഈ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മളൊന്ന്
നമ്മളാലാവുന്ന വിധം സപ്പോർട്ട് ചെയ്യുക. ചിലപ്പോൾ അവരുടെ സ്വന്തം ഫാമിലിയിലുള്ള ആൾക്കാർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. എങ്കിലും നമ്മൾ നാളെ ചിന്തിക്കുക. ഇതിനൊക്കെ ഒത്തിരി ക്ഷമ വേണം. ഇത് നാക്കാൽ പറയാൻ വളരെ എളുപ്പമാണ്, വാക്കാൽ പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. അവരവരുടെ ആ രോഗത്തിൻ്റെ ഇതുകൊണ്ട് കാണിക്കുന്ന ഓരോ വാശികളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി ക്ഷമ വേണം. അപ്പം അരിശപ്പെടാതെ കാം ഡൗൺ എന്ന് പറഞ്ഞ പോലെ നാളെ നമ്മളും ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞ പോലെ ഈ ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ കൂടി നാളെ നമ്മളും നടന്നു പോകുമ്പം ഓർമ്മയുള്ള ഒരാൾ നമ്മളെ കൈപിടിച്ച് നടത്താൻ വരും, അല്ലേ? വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അവർക്കും ഇതേ ക്ഷമയോടും സ്നേഹത്തോടും കൂടിയൊക്കെ നമ്മളോട് പെരുമാറാൻ ദൈവം ഒരു മനസ്സ് കൊടുക്കണം, അല്ലേ? അതിപ്പം അവർ വേറെ ഒരാൾ നമ്മളെ നോക്കുമെന്ന് ഓർത്തോണ്ടൊന്നുമല്ല നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്നു, നമ്മുടെ കടമയാണ്, അത്രയേ ഉള്ളൂ. നാളെ നമ്മളെ നോക്കുന്നതൊക്കെ അതൊക്കെ ദൈവം തമ്പുരാന്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം പിന്നെ ഞാനാണെങ്കിൽ പോലും ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു വെറ്ററൻസ് ഹോസ്പിറ്റലിൽ, ഓക്ലഹോമ VA ഹോസ്പിറ്റലിലെ ഒരു സൈഡ് ഫ്ലോറിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ജിഡിയാട്രിക് സൈഡിലാണ്, ഈ പ്രായമായവരുടെ സൈഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ യൂണിറ്റിൽ മൊത്തം ഒരു ഡിമെൻഷ്യ യൂണിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മറവിയുടെ താഴ്വര എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പലരും ഓർമ്മയൊന്നും ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ആ ഒരു ഫ്ലോറിൽ കൂടെ നടക്കുന്ന ഒരു കാലത്ത് വിമുക്ത ഭടന്മാരുടെ ഹോസ്പിറ്റലാണ്. അപ്പം ഒരു കാലത്ത് രാജ്യത്ത് സേവനത്തിന് വേണ്ടി വളരെ അങ്ങനെ വീരശൂര പരാക്രമികളായിട്ടുള്ള രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ അവരുടെ അന്നത്തെ കാലത്തെ പിക്ചേഴ്സും ഒക്കെ കാണുമ്പം നമുക്കിപ്പം വളരെ സങ്കടം തോന്നിപ്പോകും. കാരണം പലപ്പോഴും ഫുഡൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ കൊണ്ടുപോയി വായിക്കകത്തോട്ട് കൊണ്ടുപോവുക, എന്തിനാ ഇത് കൊണ്ടുപോയെന്നുള്ള ഇടയ്ക്ക് വെച്ചങ്ങ് മറന്നു പോവുകയാണ്. ആ വായുവിൽ നിൽക്കുന്ന ആ കൈ അങ്ങനെ ആ ഭക്ഷണത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പം പലപ്പോഴും നമുക്ക് ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഞാനൊക്കെ ആണെങ്കിലും ഇങ്ങനെ പലരും എന്നെക്കുറിച്ച് പറയാണോ നിനക്ക് ഭയങ്കര ഓർമ്മയാണ്, നീ എല്ലാവരുടെയും ബർത്ത്ഡേസ് ഓർത്തിരിക്കുന്നൊക്കെ. ഞാൻ ഒരുവിധം എനിക്ക് പ്രിയപ്പെട്ട എല്ലാവരുടെയും അല്ല, എനിക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ ബർത്ത്ഡേസ് ഒക്കെ ഓർത്തിരിക്കുകയും വിഷയമൊക്കെ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് പ്രായം മുമ്പോട്ട് പോകും തോറും വയസ്സാവും തോറും നമുക്കറിയാം മറവിയുടെ കാലൊച്ച നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഈ നവംബർ 9 എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി ഡൽഹിയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത മഞ്ജു എന്ന് പറഞ്ഞ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ട് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ മറന്നുപോയി. അവളുടെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു നവംബർ 14. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഒരു കാലം ചെല്ലും തോറും നമ്മുടെ ആ മറവിയുടെ ഓർമ്മയുടെ സ്ക്രീൻ മറിഞ്ഞ് ഒരു മനുഷ്യൻ ഒരു ഓർമ്മയായി തീരും. അല്ലേ തന്നെയും ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്ന ഓരോ ഓർമ്മകളുടെ ഒരു നല്ല ഓർക്കാൻ ഇഷ്ടമുള്ള മനോഹരമായ കുറേ ഓർമ്മകൾ, ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കുറച്ച് ഓർമ്മകൾ, അങ്ങനെ കുറേ ഓർമ്മകളുടെ കൂമ്പാരമാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അവസാനം ആ ജീവൻ തന്നെ ഒരു ഓർമ്മയായി മാറുന്നു, അല്ലേ? ബൈബിളിൽ എഴുതിയിരിക്കുന്ന പോലെ വലിയ പുഷ്പം പോലെ അത് വിരിയുന്നു, ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകുന്നു, അത് നിന്നിരുന്ന സ്ഥലം പോലും അജ്ഞാതമായി തീരുന്ന. പിന്നെ ആർക്കും ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഓരോ ഓർമ്മയില്ല. നമ്മുടെ ഓർമ്മകളൊക്കെ കുറച്ചു കാലത്തേക്ക് നിൽക്കും. ഇപ്പം എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ഈ 70s ഉള്ള ആൾക്കാരൊക്കെ ആ ഒരു തലമുറയോടുകൂടി ഇങ്ങനെ നമ്മുടെ അമ്മയും അപ്പനെയും ഒക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അയ്യോ അവർ പോയല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ആ ഓർമ്മ അവർ പോയെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവർ നല്ല മനോഹരമായ ഒരു ഓർമ്മയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ എന്നും ജീവിക്കുകയാണ്, അല്ലേ? പക്ഷേ ആ ഓർമ്മകളൊക്കെ ഇനി അടുത്ത ജനറേഷനൊക്കെ ആകുമ്പം നമ്മുടെ ഓർമ്മ പോയിട്ട് ഒന്നും നമ്മുടെ മക്കൾക്കൊക്കെ കാണുമോ ഒന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഈ ഡിമെൻഷ്യ അസുഖം, ഈ മറവി രോഗം ബാധിച്ചിട്ടുള്ള ഫാമിലി അവരെയൊക്കെ ഒത്തിരി ക്ഷമ, അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ സ്നേഹിച്ച് അവരുടെ ജീവിതകാലത്ത് അവർ തന്ന സ്നേഹത്തിന് പ്രതിഫലം കൊടുക്കാനായിട്ട് ദൈവം നമുക്ക് തന്ന അവസരമാണെന്ന് നമ്മളതിനെ കരുതി അവരെ ഒത്തിരി കരുതലോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ കുടുംബങ്ങൾക്കും ഒക്കെ ശക്തി. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഓർമ്മയില്ല. അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ എല്ലാം ഫലങ്ങൾ അനുഭവിക്കുന്നതും അതിൻ്റെ കെയർ കൊടുക്കേണ്ടതും എല്ലാം അവരാണ്. അപ്പോൾ അവർക്കെല്ലാം അതിനുള്ള ഒരു ശക്തി കൊടുക്കാൻ ദൈവം തമ്പുരാൻ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ.